നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം. ഇലക്ട്രിസിറ്റി സമരം. തൃശൂർ ജില്ലയിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് മദ്രാസിലെ ചാന്ദ്രി കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്ക് എതിരായി നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ ഈ സമരത്തിന് നേതൃത്വം നൽകിയവർ M.R. മേനോൻ, E. ഇക്കണ്ട വാര്യർ, C.R. ഉണ്ണി എന്നിവരാണ്. 1936 നടന്ന ഈ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി പിന്നീട് ഇത് തൃശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്തു. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായി പ്രക്ഷോഭങ്ങൾ നടത്തിയ സംഘടനകളാണ് കൊച്ചിൻ കോൺഗ്രസ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കൊച്ചി സ്റ്റേറ്റ് കോൺഗ്രസ് എന്നിവ. ഇവയിൽ എസ്. നീലകണ്ഠ അയ്യർ, B.R. കൃഷ്ണനെഴുത്തച്ഛൻ എന്നിവർ സ്ഥാപകരായി 1941 ജനുവരി 26 രൂപീകൃതമായതാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K. അയ്യപ്പൻ എന്നിവർ പ്രധാന നേതാക്കളായ ഇതിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിലും അവസാനത്തേത് തൃശ്ശൂരും ആയിരുന്നു. 1946 ജൂലൈ 29 കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ച കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനാണ് A.F.W. ഡിക്സൺ. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി 1948 കൊച്ചിയിൽ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വരികയും ഇത് അതേ വർഷം തന്നെ INC-യിൽ ലയിക്കുകയും ചെയ്തു. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകി. ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം സജീവമായ മലബാറിൽ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട് വച്ച് നടന്നു. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ അഥവാ പ്രത്യക്ഷ ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശം മലബാറും റെസിഡന്റുമാരിലൂടെ അഥവാ പരോക്ഷമായി ഭരണം നടത്തിയ പ്രദേശങ്ങൾ കൊച്ചിയും തിരുവിതാംകൂറുമാണ്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. K.P. കേശവ മേനോൻ, K.P. രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, K. മാധവൻ നായർ, M.P. നാരായണ മേനോൻ, E. മൊയ്തു മൗലവി എന്നിവർ അക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകി. 1917 കോഴിക്കോട് വച്ച് നടന്ന രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളന അധ്യക്ഷൻ C.P. രാമസ്വാമി അയ്യരും മൂന്നാം സമ്മേളന അധ്യക്ഷൻ 1918 തലശ്ശേരി അസീം അലി ഖാനും നാലാം സമ്മേളനം 1919 വടകര അധ്യക്ഷൻ P. രാമൻ മേനോനും 1920 മഞ്ചേരിയിൽ നടന്ന അഞ്ചാമത്തെയും അവസാനത്തേതുമായ സമ്മേളന അധ്യക്ഷൻ കസ്തൂരിരംഗ അയ്യങ്കാറുമാണ്. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന അഞ്ചാം സമ്മേളനത്തിൻ്റെ മുഖ്യ ചർച്ചാ വിഷയങ്ങൾ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നങ്ങൾ, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവ ആയിരുന്നു. ഈ സമ്മേളന വേദിയിൽ നിന്നാണ് ആനി ബസന്റും അനുയായികളും ഇറങ്ങിപ്പോയത്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താനെ അഥവാ ഖലീഫയെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രൂപം നൽകിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. മലബാർ പ്രദേശത്താണ് കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവുമധികം ശക്തി പ്രാപിച്ചത്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി അഥവാ അലി സഹോദരന്മാർ ദേശീയ തലത്തിൽ നേതാക്കളായ ഈ പ്രസ്ഥാനം ഒക്ടോബർ 17 അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റായ വ്യക്തി മഹാത്മാഗാന്ധിയാണ്. റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് വിശ്വസിക്കുകയും ഈ പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്ത ദേശീയ നേതാവായ ഗാന്ധിജി 1920 ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി കേരളം സന്ദർശിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് 1920 ഗാന്ധിജി, ഷൗക്കത്ത് അലി എന്നിവർ കോഴിക്കോട്ടെത്തി.
ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ആയിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1921 കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതോടെ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. മലബാർ കലാപം 1836 മുതൽ ചെറുതും വലുതുമായ ഏതാണ്ട് 22ഓളം കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം എന്നിവയായിരുന്നു. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. മലബാർ കലാപം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം പൂക്കോട്ടൂർ കലാപമാണ്. പൂക്കോട്ടൂർ കലാപം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനാൽ 1921 ഓഗസ്റ്റ് 20 പൂക്കോട്ടൂരിൽ പൊട്ടിപ്പുറപ്പെട്ട മലബാറിലെ തന്നെ ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണമാണ് പൂക്കോട്ടൂർ കലാപം. ഏകദേശം 3000ഓളം കലാപകാരികൾ ഇതിൽ പങ്കെടുക്കുകയും ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവായ അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. 100 കണക്കിന് ആളുകൾ ഇതിൽ കൊല്ലപ്പെട്ടു. കലാപം വളരെ ശക്തമായതിനാൽ കലാപത്തെ അടിച്ചമർത്താൻ ആവശ്യമായ സൈനിക സഹായം അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റായ തോമസ് മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തും എന്ന ഉദ്ദേശത്തോടെ കോഴിക്കോട് തുറമുഖത്തെത്താൻ വേണ്ട സജ്ജീകരണം ചെയ്ത യുദ്ധക്കപ്പലാണ് കോമസ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന അതിദാരുണമായ ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന മൃഗീയമായ തീവ്ര ദുരന്തമാണ് 1921 നവംബർ 10 വാഗൺ ട്രാജഡി എന്ന കുപ്രസിദ്ധ സംഭവം. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ കലാപകാരികൾ പ്രാണന് വേണ്ടി പിടഞ്ഞു. തീവണ്ടി കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂരിൽ എത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർ ശ്വാസം മുട്ടി മരിച്ചിരുന്നു. ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് ചരിത്രകാരനായ സുമിത് സർക്കാർ വിശേഷിപ്പിച്ച വാഗൺ ട്രാജഡിയിലെ ഗുഡ്സ് വാഗണിൻ്റെ നമ്പർ MSM LV 1711 എന്നതാണ്. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ TS ഹിച്ച്കോക്കും വാഗൺ ട്രാജഡിയെപ്പറ്റി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷനുമാണ്. വാഗൺ ട്രാജഡിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെൻറ് 300 രൂപ നഷ്ടപരിഹാരം അനുവദിക്കുകയും മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വാഗൺ ട്രാജഡി സ്മാരകം അഥവാ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേന മലബാർ സ്പെഷ്യൽ പോലീസ് സേനയും തുടർച്ചയായ ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൺ കമ്മീഷനുമാണ്. മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് മലബാർ കളക്ടർ വില്യം ലോഗൺ ചൂണ്ടിക്കാട്ടി. 1921 കലാപകാലത്തെ മലബാർ കളക്ടർ EF തോമസ് ആണ്. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പൂത്തൂർ സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവർ പ്രധാന നേതാക്കളായ മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി ആയിരുന്നു. 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടിയ കലാപകാരികൾ മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം അലി മുസ്ലിയാരെ ഭരണാധിപനായി അവരോധിച്ചുകൊണ്ട് ഒരു താൽക്കാലിക ഗവൺമെൻറ്റിന് രൂപം നൽകി. മലബാർ കലാപത്തിൻ്റെ നേതാവായ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി 1922 ബ്രിട്ടീഷുകാർ കീഴടങ്ങി. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയായ ഹിച്ച്കോക്കിൻ്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കവിത എഴുതിയ വ്യക്തിയാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ.
മലബാർ കലാപം പശ്ചാത്തലമാക്കി മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായരും മലബാർ മാനുവൽ വില്യം ലോഗൻ, കവിതയായ ദുരവസ്ഥയുടെ കർത്താവ് കുമാരനാശാനും നോവലായ സുന്ദരികളും സുന്ദരന്മാരും എന്നതിൻ്റെ എഴുത്തുകാരൻ ഉറൂബുമാണ്. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ ധീരവനിതയാണ് കമ്മത്ത് ചെന്നമ്മ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ബോട്ടണി ബേ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കാണ് മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത്. കലാപത്തിന് നേതൃത്വം നൽകിയ അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷൻ. 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നു. മലബാർ കലാപം ആസ്പദമാക്കി മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് 1921. സിനിമ 1921. സംവിധാനം I.V. ശശി, തിരക്കഥ ടി. ദാമോദരൻ, നിർമ്മാണം മുഹമ്മദ് മണ്ണിൽ. അഭിനേതാക്കൾ മമ്മൂട്ടി, മധു, സുരേഷ് ഗോപി, ടി.ജി. രവി, സീമ, ഉർവശി. ഛായാഗ്രഹണം വി. ജയറാം. സംഗീതം ശ്യാം. വർഷം 1988 ഓഗസ്റ്റ് 19. ഉപ്പ് സത്യാഗ്രഹം 1930 ഗാന്ധിജി സംഘടിപ്പിച്ച നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി 1930 ഏപ്രിൽ 13 കണ്ണൂരിലെ പയ്യന്നൂരും കോഴിക്കോടിലെ ബേപ്പൂരും കേന്ദ്രങ്ങളായി കെ. കേളപ്പൻ, കെ. മാധവൻ നായർ, ഇ. മൊയ്തു മൗലവി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായ പയ്യന്നൂർ അഥവാ രണ്ടാം ബർദോളിയിൽ ഉളിയത്ത് കടവിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനായ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ. കേളപ്പനാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ, പി. കൃഷ്ണപിള്ള എന്നിവർ കോഴിക്കോടും ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ പാലക്കാടും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരേ എന്ന ഗാനം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് കെ. കേളപ്പനോടൊപ്പം പങ്കെടുത്തത് 32 പേരാണ്. ഇവയിൽ പ്രധാനികൾ പി. കൃഷ്ണപിള്ള, കെ. കുഞ്ഞപ്പ നമ്പ്യാർ, പി. കേശവൻ നമ്പ്യാർ, പി. സി. കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നിവരാണ്. കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ 1930 ഏപ്രിൽ 13 കോഴിക്കോട് നിന്നും ആരംഭിച്ച ജാഥ 1930 ഏപ്രിൽ 21 പയ്യന്നൂരിലെത്തി 1930 ഏപ്രിൽ 23 ഉപ്പ് നിയമം ലംഘിച്ചു. 1930 മെയ് 12 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തി. കെ. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവർ ഉപ്പ് നിയമ ലംഘനത്തിൽ സജീവമായി പങ്കെടുത്ത നേതാക്കളാണ്. ഈ സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസം നിരാഹാരം നടത്തി ജീവൻ വെടിഞ്ഞ സത്യാഗ്രഹിയാണ് A.C. കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ സ്ഥിതി ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.